സാധാരണക്കാരനായ വ്യക്തി, അദ്ദേഹം രാവിലെ ജോലിക്ക് പോയി തിരിച്ച് വൈകിട്ട് വരുന്ന ചെറിയൊരു കുടുംബമുള്ള ഒരു വ്യക്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വലിയൊരു ആപത്ത് സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഒരു ദിവസം ഒരു ബിൽഡിങ്ങിൽ കയറുമ്പോൾ അവിടെ നിന്ന് വീണ് അദ്ദേഹത്തിൻ്റെ കൈയും കാലും തളർന്നു പോവുകയാണ്. പല ആളുകളും ചേർന്ന് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ഈ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ കയറി ഇങ്ങനെ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു തീരുമാനമെടുക്കുകയാണ്, ഞാൻ എങ്ങനെയെങ്കിലും ഈ ഒരു ആളുകളുടെ സഹായമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റണം. ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മൾ അദ്ദേഹത്തിനെ കാണുന്നത് ഒരു ബെഡിൽ ഇങ്ങനെ കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ട് ചെവിയുടെ ഭാഗത്ത് ഓരോ മൊബൈൽ ഫോൺ വെച്ചിരിക്കുന്നു. മുമ്പിലാണെങ്കിൽ ഒരു TV വെച്ചിരിക്കുന്നു. ആ TV-യിലൂടെ അദ്ദേഹം കാണുന്നത്, പിന്നെ മൊബൈലിലൂടെ അദ്ദേഹം ആക്സസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെയാണ്. അതായത് മരം ഉരുപ്പടിയുടെ ഒരു ബിസിനസ് അദ്ദേഹം ആരംഭിക്കുകയാണ്. ബിസിനസ് ആരംഭിച്ച് അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഏണിങ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും എടുക്കുക, നമ്മൾ എന്ത് സ്റ്റെപ്പായിരിക്കും എടുക്കുക? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ വരാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന് ആ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു കാര്യം നടന്നുപോയി, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ ഇതെന്ന് വെച്ചാൽ, നമുക്ക് ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയണം. ഇതിൽ നിന്ന് ഞാൻ ഓവർകം ചെയ്യും, അതിനുള്ള സ്റ്റെപ്പുകൾ ഞാൻ എടുക്കും. മൂന്നാമത്, അതിനു വേണ്ടിയുള്ള ഓപ്ഷൻസ് തരിക. പലപ്പോഴും നമ്മൾ പ്രോബ്ലംസാണ് തരിക, ഇത് ഇങ്ങനെ പറ്റില്ല, അങ്ങനെ പറ്റില്ല. നേരെ മറിച്ച്, എനിക്ക് ഇങ്ങനെ കിടന്നുകൊണ്ട് എനിക്ക് എന്ത് ഓപ്ഷൻസാണ് മുമ്പിലുള്ളത്, അപ്പോഴാണ് നമ്മുടെ മുമ്പിൽ സൊല്യൂഷൻസ് വരിക. ആ സൊല്യൂഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊരു സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും.